ഹായ് ഫ്രണ്ട്സ്, സർക്കിൾ എന്ന ചാപ്റ്ററിൽ കൺഫ്യൂഷൻ ഉണ്ടോ? 2 മിനിറ്റിൽ എല്ലാം ഈസിയാക്കാം. മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ടുള്ള എന്നാൽ പലർക്കും സംശയമുള്ള സർക്കിൾ അഥവാ വൃത്തത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ വൃത്തത്തിൻ്റെ സെൻറ്റർ അഥവാ കേന്ദ്രം എന്താണെന്ന് നോക്കാം. കേന്ദ്രം എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ നടുവിലുള്ള സ്ഥിരബിന്ദുവിനെയാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇതാ വൃത്തത്തിന്റെ നടുവിൽ കാണുന്ന ഇങ്ങനെ ഒരു സ്ഥിരബിന്ദുവിനെയാണ് കേന്ദ്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിന്റെ ബൗണ്ടറി വരെയുള്ള ദൂരം. ഇത് വൃത്തത്തിന്റെ കേന്ദ്രമാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ബൗണ്ടറി വരെയുള്ള ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇതിനെ പറയുന്ന പേരാണ് വൃത്തത്തിന്റെ റേഡിയസ്. നെക്സ്റ്റ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്നത് രണ്ട് അഭിമുഖ ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൃത്തത്തിന്റെ കേന്ദ്രം വഴിയുള്ള നേർരേഖ. അതായത് ഇത് വൃത്തത്തിന്റെ കേന്ദ്രം, ഇത് രണ്ടും വൃത്തത്തിലുള്ള രണ്ട് പോയിന്റ്സും ആണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൃത്തത്തിന്റെ കേന്ദ്രം വഴിയുള്ള രേഖയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഇരട്ടിയാണ്. നെക്സ്റ്റ് കോഡ്. കോഡ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർരേഖ. ഈ ഒരു രേഖ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകണമെന്നില്ല. അതായത് ഇത് വൃത്തത്തിന്റെ രണ്ട് പോയിന്റ്സ് ആണെങ്കിൽ ഈ രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നേർരേഖയാണ് കോഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെ ഈ ഒരു നേർരേഖ കടന്നു പോകുന്നില്ല. ഇത്തരം രേഖയാണ് കോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർക്ക്. ആർക്ക് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ അതിരിലെ അഥവാ ബൗണ്ടറിയിലെ വളഞ്ഞ ഭാഗത്തെ പറയുന്ന പേരാണ് ആർക്ക്. അതായത് ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് ആർക്ക്, വൃത്തത്തിന്റെ ബൗണ്ടറിയിലെ വളഞ്ഞ ഭാഗം. നെക്സ്റ്റ് സെക്ടർ. സെക്ടർ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ രണ്ട് റേഡിയസും അതിന്റെ ആർക്കും കൂടെ ചേർന്നിട്ടുള്ള ഭാഗം. അതായത് ഇത് വൃത്തത്തിന്റെ സെൻറ്ററാണ്, ഇത് വൃത്തത്തിലെ രണ്ട് റേഡിയസും ആണെങ്കിൽ ഈ രണ്ട് റേഡിയസും ഇതിൻ്റെ ഈ ഒരു ആർക്കും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് സെക്ടർ. നെക്സ്റ്റ് സെഗ്മെന്റ്. സെഗ്മെന്റ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഒരു കോഡും അതിൻ്റെ ആർക്കും ചേർന്ന ഭാഗം. അതായത് ഇത് വൃത്തത്തിന്റെ കോഡാണ്, ഇത് അതിൻ്റെ ആർക്കും ആണെങ്കിൽ ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് സെഗ്മെന്റ്. നെക്സ്റ്റ് ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറയുന്നത് വൃത്തത്തെ ഒരൊറ്റ ബിന്ദുവിൽ മാത്രം സ്പർശിക്കുന്ന നേർരേഖ. ഇത് വൃത്തത്തിലെ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ മാത്രം സ്പർശിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഇത്തരത്തിലുള്ള നേർരേഖയെ പറയുന്ന പേരാണ് ടാൻജന്റ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു പോയിന്റിൽ മാത്രമാണ് ഈ ലൈൻ ടച്ച് ചെയ്യുന്നത്. അങ്ങനെ വരയ്ക്കുന്ന രേഖയാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീക്കൻഡ്. സീക്കൻഡ് എന്നാൽ വൃത്തത്തെ രണ്ട് ബിന്ദുക്കളിൽ മുറിച്ചു കടക്കുന്ന നേർരേഖ. അതായത് ഇത് രണ്ടും വൃത്തത്തിലെ രണ്ട് പോയിന്റ് ആണെങ്കിൽ ഈ രണ്ട് പോയിന്റിൽ കൂടി മുറിച്ചു കടക്കുന്ന നേർരേഖയെ പറയുന്ന പേരാണ് സീക്കൻഡ്. ലാസ്റ്റ് വൺ സർക്കംഫറൻസ്. സർക്കംഫറൻസ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ മൊത്തത്തിലുള്ള അതിരിനെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു ബൗണ്ടറിയെ പറയുന്ന പേരാണ് സർക്കംഫറൻസ്. അതായത് വൃത്തത്തിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് സർക്കംഫറൻസ്. മാത്സിലെ ഇതേപോലെയുള്ള ഈസി ടിപ്സിനായി ലൈക്ക് ആൻഡ് ഫോളോ. താങ്ക് യു.